ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇതൊരു സ്റ്റഡി വ്ളോഗാണ്. ഇത് ആക്ച്വലി ചൊവ്വാഴ്ച നവംബർ 12 വ്ളോഗാണ്. അപ്പോൾ ഇത് വീക്കിലി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്ളോഗാണ്. ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ 2-3 ദിവസം എനിക്ക് പനിയും അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ശനിയാഴ്ച തൊട്ട് തിങ്കളാഴ്ച വരെ 3 ദിവസം എന്തായാലും പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞായറാഴ്ച എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. എക്സാം സ്കിപ്പാക്കിയില്ല. പക്ഷേ എന്നാലും അധികം പഠിച്ചിട്ടൊന്നുമില്ല. മൺഡേ ബുക്കേ തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ട്യൂസ്ഡേ രാവിലെ തുടങ്ങി. ഞാൻ ആക്ച്വലി 5 മണിക്ക് എണീറ്റു. അപ്പോൾ ഞാൻ മൂവിങ് ചാർജസിൻ്റെ ലെക്ചർ കാണാനാണ് തീരുമാനിച്ചത് രാവിലെ തന്നെ. പൊതുവേ ഞാൻ ഏർലി മോർണിംഗ് അങ്ങനെ ക്ലാസ് കാണാൻ ഇരിക്കാറില്ല. ഫിസിക്സ് ആയിരിക്കും കൂടുതൽ ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങായതുകൊണ്ടാണ് ഞാൻ ലെക്ചർ കാണാൻ വേണ്ടി ഇരുന്നത്. ഇത് ഞാൻ കാണുന്നത് ജോബിൻ സാറിൻ്റെ ക്ലാസ്സാണ്. എനിക്ക് ഈ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിനേക്കാളും കൂടുതൽ ഒട്ടും അങ്ങോട്ട് റെഡിയാകാത്തൊരു ചാപ്റ്ററായിരുന്നു മാഗ്നറ്റിസം. ഇത് ഒന്നാമതേ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ പഠിച്ചു തരുമ്പം തന്നെ നമ്മൾ ക്ഷീണിക്കും. അതിൻ്റെ കൂടെ ഡയറക്ഷൻസ് എപ്പോഴും തെറ്റിപ്പോകുമായിരുന്നു. ഡയറക്ഷൻ എടുക്കുന്നതൊക്കെ എപ്പോഴും തെറ്റിപ്പോയിരുന്നു. ഇൻവേർഡാണോ ഔട്ട്വേർഡാണോ, ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെയൊക്കെ. അപ്പം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും എനിക്ക് ഇഷ്ടമില്ലാത്തിരുന്ന ചാപ്റ്ററായിരുന്നു ഇത്. അപ്പോൾ ഞാൻ റിപ്പീറ്റിൻ്റെ സമയത്ത് ഈ ക്ലാസ്സാണ് കണ്ടിട്ടുള്ളത് സാറിൻ്റെ. അപ്പോൾ ഡയറക്ഷനൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയറായി. ഇക്വേഷൻസ് എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ മറന്നു, വീണ്ടും റിവൈസ് ചെയ്താൽ മതി. പക്ഷേ ഡയറക്ഷൻസൊക്കെ എടുക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയറായി. സാറ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമ്മളെ വഴക്ക് പറയുന്ന പോലെ പറഞ്ഞ് ചുമ്മാ കൈകെട്ടി കാണരുത്, ഡയറക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് ഞാനും ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ കൈയൊക്കെ വെച്ച് ഡയറക്ഷൻസൊക്കെ എടുത്ത് അങ്ങനെ സെറ്റായ ചാപ്റ്ററായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഈ വട്ടവും ഈ ക്ലാസ് തന്നെ കാണാമെന്ന് വിചാരിച്ച് കാണുകയാണ്. അത് ഏകദേശം ഒരു 9 മണി വരെ ഞാൻ ഇരുന്നു ക്ലാസ് കാണാൻ. ഒരു ക്ലാസ് 2 മണിക്കൂർ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ 2 ക്ലാസ് കണ്ടു. ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ആൻഡ് ഞാനൊരു 1.5x ഇട്ടാണ് കാണുന്നത്. അപ്പം ഏകദേശം ടൈമായി 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും. പിന്നെ ഞാൻ 9 to 10 ബ്രേക്ക് എടുത്തു. അതിന് ശേഷം ഞാൻ 10 മണിക്കാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ 10 മണിക്ക് എടുത്തത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻസ് ആണ്. ഇതിൻ്റെ എക്സാമൊക്കെ ഓൾറെഡി ബ്രില്യൻറ്റിൽ 1-2 വട്ടം കഴിഞ്ഞതാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കുറേ വട്ടം വായിച്ചു, കുറേ വട്ടം പഠിച്ചതാണ്. അപ്പോൾ ഞാൻ വീണ്ടും NCERT ഇങ്ങനെ വായിക്കാനിരിക്കുകയാണ്. എത്ര തവണ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വായിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോയിരിക്കുന്നതൊക്കെ ഓർമ്മ വരിക. അപ്പോൾ ഞാൻ NCERT വായിക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കാറുണ്ട്. ഡയഗ്രാംസും ഒന്നും അങ്ങനെ വിട്ട് കളയാറില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് 2 ചാപ്റ്റർ ഒരുമിച്ച് വായിക്കാമെന്നായിരുന്നു ഉച്ചവരെയുള്ള സമയത്ത്, ഫോട്ടോസിന്തസിസും. പക്ഷേ ബോഡി ഫ്ലൂയിഡ്സ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മതിയായി. കുറച്ചധികം ടൈം എടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് വായിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തു. അപ്പോൾ ഞാൻ ഫോട്ടോസിന്തസിസ് പിന്നെ വായിക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ ഫോട്ടോസിന്തസിസും കുറച്ച് തറവായിട്ട് വായിക്കേണ്ട ചാപ്റ്ററാണ്. അപ്പോൾ ഞാനത് പിന്നത്തേക്ക് വെച്ചിട്ട് ഈ ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസൊക്കെ ഓൾറെഡി ചെയ്തതാണ്. 1-2 വട്ടം എക്സാമും കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം സൈലത്തിൻ്റെ മെറ്റീരിയൽസാണ് ബയോളജി ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്നത്. ഞാൻ യൂഷ്വലി കൂടുതലും ഫിസിക്സിന് വേണ്ടിയാണ് ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബ്രില്യൻറ്റിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ സൈലത്തിലെ മെറ്റീരിയൽസാണ് എടുത്തത്. പിന്നെ എനിക്ക് സൈലത്തിലെ മെറ്റീരിയൽസിൽ ബയോളജിയിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട് അതിൽ. ഒന്നാമത് നമ്മൾ ഈ MCQs ഒക്കെ ചെയ്ത് ചിലപ്പം മടുത്തിരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ആൻസറൊക്കെ എഴുതാൻ രസമാണ്. മാത്രമല്ല നമ്മൾ NCERT വായിക്കുമ്പോൾ എന്തെങ്കിലും പോയിൻറ്റ്സൊക്കെ കറക്റ്റ് NCERT സ്റ്റേറ്റ്മെൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിൻറ്റ്സ് ആയിരിക്കും അത് ബ്ലാങ്ക് ആയിട്ടിടുന്നത്. അപ്പോൾ എന്തെങ്കിലും പോയിൻറ്റ്സൊക്കെ വിട്ടുപോയിട്ടുണ്ടോയെന്നൊക്കെ നമുക്ക് മനസ്സിലാകാനും അത് ഹെൽപ്പ് ചെയ്യും. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരിതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സൈലം മെറ്റീരിയൽസിൽ എക്സസൈസ് 2 ആണെന്ന് തോന്നുന്നു കുറേ അധികം ഔട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അത് ആ എക്സസൈസ് മാത്രം വിട്ടിട്ട് ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ഒരു മൈൻഡ് പോലെ ഇരിക്കും. നമ്മളിപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് വിടുക, സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതേ ഉള്ള ഒരു ഇത്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും OMRൽ അറ്റൻഡ് ചെയ്യണം, OMR മേടിക്കണം എന്നൊക്കെ. പക്ഷേ എപ്പോഴും വിട്ടുപോകും. അതുകൊണ്ടാണ് വീണ്ടും ഈ റഫ് പേപ്പറിൽ എഴുതിയിട്ട് പിന്നെ ഞാനിത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം സൈലം മെറ്റീരിയൽസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബയോളജി ബ്രില്യൻറ്റിനേക്കാളൊക്കെ കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻസ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഈസി അല്ല,
പക്ഷേ ബ്രില്യൻറ്റിനേക്കാളും കമ്പാരിറ്റീവ്ലി ഈസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രില്യൻറ്റിൽ വർക്ക് ബുക്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണും ബോക്സും മാച്ച് ദ ഫോളോയിങ്ങും പിന്നെ ചെറിയ നമ്മുടെ 1 വേർഡ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ സൈലത്തിൻ്റെ ബുക്കിലാണെങ്കിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും പല പല പോർഷനായിട്ട് ആയിരിക്കും. അതായത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സസൈസ് 1ൽ കാണും. പിന്നെ അത് കഴിഞ്ഞ് പ്രീവിയസ് ഇയർ കാണും. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ കുറേ മാച്ച് ദ ഫോളോയിങ് അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ കാണും. പിന്നെ അസേർഷൻ റീസൺ അതിൻ്റെ ഒരു സെക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം അതിൻ്റെ ഒരു സെക്ഷനൊക്കെ കാണും. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ബ്രില്യൻറ്റിലെ ക്വസ്റ്റ്യൻസിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾ രണ്ട് മെറ്റീരിയൽസും കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു ചാപ്റ്റർ പഠിക്കുമ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാൻ സൈലം മെറ്റീരിയൽസ് ആയിരിക്കും നല്ലത്. ഇതൊന്ന് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആകുമ്പോൾ ബ്രില്യൻറ്റിലെ മെറ്റീരിയൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ലേണിങ്ങും കിട്ടും. നമ്മുടെ ബേസ് കുറച്ചുകൂടി സ്ട്രോങ് ആകുകയും ചെയ്യും. പിന്നെ നമ്മുടെ വർക്ക് ബുക്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുറച്ചധികം എക്സ്ട്രാ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. അത് ചിലപ്പം നമ്മുടെ എക്സാമിന് ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ അതിൻ്റെ പുറത്ത് ഒരുപാട് സമയം കളയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സെഷൻ ഒരു 10 മണി തൊട്ട് 1:30 വരെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഞാൻ ബോഡി ഫ്ലൂയിഡ്സ് NCERT വായിക്കുകയും ചെയ്തു, സൈലം മെറ്റീരിയൽസ് ചെയ്യുകയും ചെയ്തു. അത് അപ്പോൾ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. ഞാൻ ഇതുപോലെ ആൻസേഴ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറക്റ്റ് ചെയ്യും. എന്നിട്ട് തെറ്റ് വന്നത് എന്താണെന്ന് NCERTയിൽ നോക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും പോയിൻ്റ് മിസ്സായി പോയിട്ടാണ് തെറ്റിയതെങ്കിൽ ആ മിസ്സായി പോയ പോയിൻ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് യൂഷ്വലി ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. എന്നിട്ട് ഞാൻ ഇനി ഒരു വട്ടം കൂടി ഈ ചാപ്റ്റർ വായിക്കും എക്സാമിന് മുന്നേ. അപ്പോഴാണ് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അടുത്ത റീഡിങ്ങിനാണ് നമുക്കത് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുക. എൻ്റെ ഈ 2-3 ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും പോയി. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഫുൾ ഡേ പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്ന ദിവസമായിരിക്കും. അത് മൊത്തം പോയി. പക്ഷേ നമ്മൾ പിന്നെ പോയല്ലോ എന്ന് ഓർത്ത് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ പുഷ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ വർക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതിലാണ് മെയിൻ കാര്യങ്ങളിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 1:30 to 2:30 ബ്രേക്ക് എടുത്തു. 2:30 അല്ല 3 വരെ 3 മണി വരെ ബ്രേക്ക് എടുത്തു. 3 മണിക്കാണ് ഞാൻ പിന്നെ അടുത്ത സെഷൻ ഇരുന്നത്. അത് ഞാൻ മൂവിങ് ചാർജസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ലെക്ചർ കണ്ട് തീർന്നിട്ടില്ല, 2 കണ്ടിട്ടുള്ളൂ. മൊത്തം 6 പാർട്ടുണ്ട്. പക്ഷേ കണ്ടത്രയും ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ചാപ്റ്ററാണിത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ കാണാത്ത പാർട്ടിലെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കൊരു ഓർമ്മ വെച്ചൊക്കെ ചെയ്യാമല്ലോ. പിന്നെ നോട്ടും ഉണ്ട് കയ്യിൽ. ലാസ്റ്റ് ഇയറിലെ നോട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതേ ക്ലാസ് തന്നെ വീണ്ടും കാണാനും കാരണം. നമ്മൾ ലാസ്റ്റ് ഇയർ കണ്ട അതേ ക്ലാസ് അതേ നോട്ടിൻ്റെ തന്നെ ഒന്നുകൂടി കാണുമ്പം അതൊരു എക്സ്ട്രാ റിവിഷൻ പോലെയാണ് ആകുന്നത്. ഇപ്പോൾ ഈ വട്ടം പുതിയൊരു ടീച്ചറിൻ്റെ ക്ലാസ് കാണുമ്പോൾ പുതിയ നോട്ടായിരിക്കും. ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയത്തില്ല, അല്ലെങ്കിൽ പറയാത്ത കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അതേ നോട്ട് വെച്ച് തന്നെ അതേ ക്ലാസ് കണ്ടത്. ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സൈലം മെറ്റീരിയൽസിലേക്ക് അത്യാവശ്യം നല്ലതാണ്. പിന്നെ കുറച്ചൊക്കെ ഔട്ട് വരും, അത് നമ്മൾ മൈൻഡാക്കാണ്ടിരുന്നാൽ മതി. ഈ സെഷൻ ഒരു 5:30 വരെ 5:45 വരെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 2.5-2.25 മണിക്കൂർ. ഇത്രയും സമയം കൊണ്ട് ഞാനൊരു 100 ക്വസ്റ്റ്യൻസ് ആണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ തിയറി ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. 100 ന്യൂമറിക്കൽസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ പുതിയൊരു ചാപ്റ്റർ ആദ്യത്തെ വട്ടം തന്നെ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് വൈസും അസേർഷൻ റീസൺ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 100 ക്വസ്റ്റ്യൻസ് വലിയ കുഴപ്പമില്ലാണ്ട് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിക്കാൻ ബ്രേക്ക് എടുത്തു വൈകിട്ട്. പിന്നെ അടുത്ത സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 6:30-ക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂട്ടീനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഞാൻ 6:30-ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി കൂടുതലും റിവിഷനും ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് വെനസ്ഡേക്കുള്ളിൽ ലെക്ചർ കണ്ട് തീർക്കേണ്ടതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം റിവിഷന് വേണ്ടി എടുത്തിട്ടില്ല. ഞാൻ വീണ്ടും മൂവിങ് ചാർജസിൻ്റെ ക്ലാസ് കാണാണ് ചെയ്തത്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓൾറെഡി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.